നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ SCRT സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 6ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 2ാം ഭാഗത്ത് നിന്നുള്ള ഒരു SCRT ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, എടാ ചാപ്റ്ററിൻ്റെ പേര് നോക്കിക്കേ. 8ാമത്തെ ചാപ്റ്ററാണ് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. എടാ പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കാണും. എന്താണ് നമ്മുടെ ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന SCRT ചാപ്റ്റർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സ്ലൈഡ് നോക്കാം. എടാ നോക്കിക്കേ, ഇതിൽ പറയുന്നത് എന്താണ് മഹാശിലായുഗം എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മഹാശിലായുഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, ആദ്യം പറയുന്നത് മഹാശിലാ സ്മാരകങ്ങൾ എന്താണെന്നാണ്. നോക്കിക്കേടാ, എന്താണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ചിട്ടുള്ള കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ ഇവയെ പറയുന്ന പേരാണ് മഹാശിലാ സ്മാരകങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. എന്താണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും. എന്താണ് മഹാശിലാ സ്മാരകങ്ങൾ? കരിങ്കല്ലിലോ ചെങ്കല്ലിലോ നിർമ്മിച്ചിട്ടുള്ള എന്തൊക്കെ? കുടക്കല്ല്. എന്തൊക്കെയാണ്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ ഇവയെ നമ്മൾ എന്തെന്ന് പറയുന്നു? മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ഇനി വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിനാലാണ് ഇവയെ എന്തെന്ന് പറയുന്നത്? മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. എടാ അപ്പോൾ തൊപ്പിക്കല്ല്, മുനിയറ, കുടക്കല്ല് ഇതാണ് എന്ത്? മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. എടാ അപ്പോൾ എന്തുകൊണ്ടാണ് ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? വലിയ ശിലകൾ കൊണ്ടോ അല്ലെങ്കിൽ ശിലാപാളികൾ കൊണ്ടോ ആണ് ഈ പറയുന്ന എന്തൊക്കെ? കുടക്കല്ല്, മുനിയറ, തൊപ്പിക്കല്ല് ഇവയൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എടാ ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിനെ നമ്മൾ പറയുന്നു എന്തെന്ന്? മഹാശിലായുഗം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് എന്താണ് മഹാശിലായുഗം എന്നല്ലേ? ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കാലത്തിനെ, ആ ഒരു കാലഘട്ടത്തെ നമ്മൾ പറയുന്ന പേരാണെന്ത്? മഹാശിലായുഗം. ഓക്കെ, അടുത്ത് നോക്കിക്കോ, മഹാശിലായുഗത്തിന്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നു. അപ്പോൾ മഹാശിലായുഗം എന്ന് പറയുന്ന ഒരു യുഗം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിന്നും കിട്ടുന്നുണ്ട്. കേരളത്തിലെ ഏതൊക്കെ? നമ്മുടെ കേരളത്തിലെ കുറച്ച് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട് എന്നീ സ്ഥലങ്ങളിൽ എന്തുണ്ട്? മഹാശിലായുഗം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ശിലായുഗ കാലഘട്ടം നിലനിന്നിരുന്നു എന്നതിനുള്ള തെളിവുകളുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറയൂറുണ്ട്, ചേരമനങ്ങാടുണ്ട്, കുപ്പക്കൊല്ലി ഉണ്ട്, പിന്നെ ഏത് പറഞ്ഞു? മങ്ങാടുണ്ട്. ഇനി തമിഴ്നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ, തമിഴ്നാട്ടിലെ ഏതാണ്? ആദിച്ചനല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, കർണാടകയിലെ ഏതാണ്? ബ്രഹ്മഗിരി, അതുപോലെ ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ മഹാശിലായുഗത്തിൻ്റെ അവശേഷിപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ മഹാശിലായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം നിലനിന്നിരുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കിക്കേ. എടാ നമ്മൾ പറഞ്ഞു മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ നമുക്ക് എവിടുന്ന് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കേരളത്തിലുള്ള മറയൂര്, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങളിലും നമുക്ക് മഹാശിലായുഗം നിലനിന്നിരുന്നു എന്നതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്നു ദക്ഷിണേന്ത്യ എന്താണ് എന്ന് അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് ഈ സ്കൂൾ ടെക്സ്റ്റിലാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് ദക്ഷിണേന്ത്യ എന്നുള്ള കാര്യം ഒരു കുഞ്ഞു ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. എടാ നോക്കിക്കോ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ദക്ഷിണേന്ത്യ. നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്,
തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും അതിൻ്റെ കൂടെ ഏതൊക്കെ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ദക്ഷിണേന്ത്യ. അപ്പോൾ എന്താണ് ദക്ഷിണേന്ത്യ, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പറയാം? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഇത്രയും സംസ്ഥാനങ്ങളാണ്. അതിൻ്റെ കൂടെ ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? പുതുച്ചേരിയുണ്ട്, ലക്ഷദ്വീപുണ്ട്. അപ്പോൾ ഇത്രയും ചേരുന്നതാണ് എന്താടാ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത സ്ലൈഡ് നോക്കാം. അടുത്ത സ്ലൈഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ പറഞ്ഞു? കുടക്കല്ല് പറഞ്ഞു, മുനിയറ പറഞ്ഞു, തൊപ്പിക്കല്ല് പറഞ്ഞു. ഓക്കെ, അതൊക്കെയാണ് ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത്. ഈ പറയുന്നതാണ് എന്ത്? മുനിയറ. ഇതെന്താണ്? മുനിയറയാണ്. ഇതെന്ന് പറയുന്നത് വേറൊരു മഹാശിലാ സ്മാരകമാണ്, കല്ലറയാണ്. ഇത് നാട്ടുകല്ല് എന്നറിയപ്പെടുന്ന മറ്റൊരു ശിലാസ്മാരകമാണ്. പിന്നെ പറയുന്നു കുടക്കല്ല്, തൊപ്പിക്കല്ല്. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മഹാശിലാ സ്മാരകങ്ങൾ. അടുത്ത് നോക്കിക്കോ, നമ്മുടെ ദക്ഷിണേന്ത്യയിലുള്ള ഇരുമ്പ് യുഗത്തിനെ കുറിച്ചിട്ടാണ് അടുത്ത് പറയുന്നത്. അതായത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഇരുമ്പ് കൊണ്ടുണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇരുമ്പ് എന്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നോക്കിക്കോ, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തി. അവരെന്തുപയോഗിച്ചിരുന്നു ദക്ഷിണേന്ത്യയിലുള്ള ആൾക്കാർ? ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തി, വാള്, അരിവാള്, കുന്തമുന, മുക്കാലി പീഠം, വിളക്കുകൾ മുതലായവ എന്തിൽ ഉൾപ്പെടുന്നു? നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗത്തിൽ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കത്തി ഉണ്ടായിരുന്നു, വാളുണ്ടായിരുന്നു, അരിവാള്, കുന്തമുന, മുക്കാലി പീഠം, വിളക്കുകൾ. ഇതെല്ലാം എന്തിൽ വരുന്നുണ്ട്? നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്ത് നോക്കിക്കേ, ഇരുമ്പിന്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് സഹായകമായി. അപ്പോൾ മഹാശിലായുഗ കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്? ഇരുമ്പ്. ഓക്കെ, അപ്പോൾ ഈ ഇരുമ്പിന്റെ കണ്ടുപിടുത്തം എന്തിനു സഹായിച്ചു? കാർഷിക മേഖലയിലെ പുരോഗതിക്ക് ഇരുമ്പിന്റെ കണ്ടുപിടുത്തം സഹായകമായി. ഭക്ഷണ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാസ്മാരകം. പോയിന്റ് ശ്രദ്ധിച്ചോ? എന്താണ് പറയുന്നത്? ഭക്ഷണ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് നമ്മുടെ ജനതയെ പുരോഗമിപ്പിച്ച ഒരു നിർമ്മിതിയാണ് എന്തെന്ന് പറയുന്നത്? മഹാശിലാസ്മാരകം അല്ലെങ്കിൽ മഹാശിലാ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മഹാശിലാ സംസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണശേഖരത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയെ നമ്മൾ എന്തെന്ന് പറയുന്നു? മഹാശിലാ സംസ്കാരം എന്ന് പറയുന്നു. ക്ലിയർ അല്ലേടാ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രാചീന തമിഴകത്തിനെ കുറിച്ചാണ്. എന്താണ് പ്രാചീന തമിഴകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മാധ്യമങ്ങളുണ്ട്, TV ഉണ്ട്, റേഡിയോ ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്. നമുക്ക് ഒരുപാട് മാധ്യമങ്ങളിലൂടെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു അവബോധം ഉണ്ടായിരിക്കും. എന്നാൽ പണ്ട് കാലത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. അവർ ആകെ ചെയ്തിരുന്നത് എന്താണ്? അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവരിങ്ങനെ പാട്ടായി പാടുക, അല്ലെങ്കിൽ അവരിങ്ങനെ സംസാരിക്കുക, പാട്ടായി സംസാരിക്കുക. പ്രത്യേകിച്ച് ഈണമോ താളമോ ഒന്നും ഉണ്ടായിരിക്കില്ല. അവരിങ്ങനെ പറഞ്ഞു നടക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാചീന തമിഴകത്തിനെ കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് പറയുന്നു പഴന്തമിഴ് പാട്ടുകൾ. ഒന്നാമത്തേത് ഏതാണ്ടാ? പഴന്തമിഴ് പാട്ടുകളാണ്. രണ്ടാമത് പറയുന്നു നാണയങ്ങൾ. രണ്ടാമത്തേത് ഏതാണ്? നാണയങ്ങൾ. മൂന്നാമത് പറയുന്നു സഞ്ചാരക്കുറിപ്പുകൾ. മൂന്നാമത്തേത് ഏതാണ്? സഞ്ചാരക്കുറിപ്പുകൾ. പിന്നെ പറയുന്നു ലിഖിതങ്ങൾ. അപ്പോൾ പ്രാചീന തമിഴകത്തിനെ കുറിച്ചിട്ട് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് എന്തിൽ നിന്നൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴന്തമിഴ് പാട്ടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കും, പണ്ടത്തെ നാണയങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്, അതുപോലെ സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ എന്നിവയിൽ നിന്നുമാണ് നമുക്ക് പ്രാചീന തമിഴകത്തിനെ കുറിച്ചിട്ട് എന്ത് ലഭിക്കുന്നത്? ഒരു ഐഡിയ ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വിവരം ലഭിക്കുന്നത് എന്തിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സംഘസാഹിത്യ കൃതികളിൽ നിന്നാണ്. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക? അത് ഈ പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സംഘകാല കൃതികളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? നമ്മുടെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് എന്തിൽ നിന്നൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴന്തമിഴ് പാട്ടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്, നാണയങ്ങളിൽ നിന്ന് ലഭിക്കാറുണ്ട്, സഞ്ചാരക്കുറിപ്പുകളിൽ നിന്നും ലിഖിതങ്ങളിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട്.
എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായിട്ടുള്ള സംഘകാല സാഹിത്യ കൃതികളിൽ നിന്നാണ്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കിക്കേ. അടുത്ത് പറയുന്നു സംഘസാഹിത്യം, അതായത് സംഘകാലത്തെ നിലനിന്നിരുന്ന സാഹിത്യത്തിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ആദ്യം തന്നെ ഒരു പാട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് തുടങ്ങുന്നത്. അതിൽ പറയുന്നു യാതും ഊരേ യാവരും കേളിർ തീത്തും നൻറ്റും പിറർത്തര വാര. അതായത് പുറനാനൂറിൽ പറയുന്ന 2 വരികളാണ് ഈ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്? എല്ലാം നമ്മുടെ നാട് തന്നെയാണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതല്ല എന്നാണ് ഈ പറഞ്ഞ 2 വരികളുടെ അർത്ഥം. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘകാല സാഹിത്യ കൃതിയായ പുറനാനൂറിലെ വരികളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മധുര കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പഠിക്കണം? എന്താണ് സംഘങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സംഘങ്ങൾ. ഇതിൽ പറയുന്നു ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അപ്പോൾ സംഘം എന്താണ് ചെയ്തിരുന്നത്? അന്നുണ്ടായിരുന്ന ഗായകരുടെ കവിതകൾ അല്ലെങ്കിൽ പാട്ടുകൾ അവർ എന്ത് ചെയ്തു? ശേഖരിച്ച് വെച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? സംഘം കൃതികൾ. ഓക്കെ, അപ്പോൾ എന്താണ് സംഘം കൃതികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘങ്ങൾ. അപ്പോൾ നമ്മൾ ആരാണ് സംഘങ്ങൾ എന്നറിയണം. സംഘം ആരാണ്ടാ? മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയെ പറയുന്ന പേരാണ് സംഘങ്ങൾ. അവരെന്താണ് ചെയ്തിരുന്നത്? സംഘങ്ങൾ അവിടുത്തെ ഗായകരുടെ, അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ എന്തെന്നറിയപ്പെട്ടു? സംഘം കൃതികൾ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ഈ സംഘകൃതികൾ രചിക്കപ്പെട്ട കാലഘട്ടത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? സംഘകാലം എന്ന് പറയാം. അപ്പോൾ എന്താണ് സംഘകാലം? സംഘം കൃതികൾ രചിക്കപ്പെട്ട കാലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് സംഘകാലമാണ്. പുറനാനൂറ് പോലെ നിരവധി സാഹിത്യ കൃതികൾ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു സംഘകാല കൃതിയാണ് ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞ പുറനാനൂറ്. അപ്പോൾ പുറനാനൂറ് എന്താണ്? ഒരു സംഘകാല കൃതിയാണ്. ഓക്കെ, അപ്പോൾ സംഘകാല കൃതിയാണ് ഏത്? പുറനാനൂറ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് സംഘങ്ങൾ എന്ന് പറഞ്ഞു. സംഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മധുര ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ. സംഘങ്ങൾ എന്താണ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഗായകന്മാരുടെ പാട്ടുകൾ ഇവർ ശേഖരിച്ച് സൂക്ഷിക്കുമായിരുന്നു. ഈ പാട്ടുകൾ അതുകൊണ്ട് എന്തെന്നറിയപ്പെടുന്നു? സംഘം കൃതികൾ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പാട്ടുകളൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് എന്ത്? സംഘകാലം. അതുപോലെ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഏത്? പുറനാനൂറ്. അപ്പോൾ പുറനാനൂറ് സംഘകാലത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കൃതിയാണ്. അടുത്ത് നോക്കിക്കേ, എന്താണ് സംഘം കൃതികൾ എന്ന് ഇവിടെ ഒരു ബോക്സിൽ പറയുന്നുണ്ട്. എന്താണ് സംഘം കൃതികൾ എന്ന് നോക്കിക്കോ. സംഘം കൃതികളെ അകം പാട്ടുകൾ എന്നും പുറം പാട്ടുകൾ എന്നും 2ആയി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ സംഘകാല കൃതികളെ എത്രയായി തിരിച്ചിട്ടുണ്ട്? 2ആയി തിരിച്ചിട്ടുണ്ട്. അകം പാട്ടുകൾ എന്നും പുറം പാട്ടുകൾ എന്നും. അപ്പോൾ അകം പാട്ടുകൾ എന്നും പുറം പാട്ടുകൾ എന്നും 2ആയി എന്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? സംഘകാല കൃതികളെ തിരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് അകം പാട്ടുകളിൽ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് എന്ത്? അകം പാട്ടുകൾ. അപ്പോൾ കുടുംബ ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് എന്ത്? അകം പാട്ടുകൾ. അപ്പോൾ എന്താണ് പുറം പാട്ടിൽ പരാമർശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്ന പാട്ടാണ് പുറം പാട്ടുകൾ. ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ സംഘകാല കൃതികളെ 2ആയി ക്ലാസിഫൈ ചെയ്യാം. അകം പാട്ടുകൾ എന്നും പുറം പാട്ടുകൾ എന്നും. എടാ എന്താണ് അകമ്പാട്ടിൽ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ളതുമായിട്ടുള്ള ജീവിതത്തെ പരാമർശിക്കുന്നതാണ് എന്ത്? അകം പാട്ടുകൾ. അങ്ങനെയാണെങ്കിൽ എന്താണ് പുറം പാട്ടുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് എന്ത്? പുറം പാട്ടുകൾ. അപ്പോൾ എന്താണ് അകം പാട്ടുകൾ?
എന്താണ് പുറംപാട്ടുകൾ എന്ന് ക്ലിയർ ആയല്ലോ. എടാ അടുത്ത് നോക്കിക്കേ, അടുത്ത് പറയുന്നു സംഘകാല കൃതികൾ ഏതൊക്കെയാണെന്നാണ്. എടാ നോക്കിക്കോ, ഒന്നാമത് പറയുന്നു കുറുന്താക്കൈ. കുറുന്താക്കൈ എന്താണ്? ഒരു സംഘകാല കൃതിയാണ്. അടുത്ത് പറയുന്നു നറ്റിണൈ. നറ്റിണൈ എന്താണ്? ഒരു സംഘകാല കൃതിയാണ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച അകനാനൂറ്. അകനാനൂറ് എന്താണ്? സംഘകാല കൃതിയാണ്. അത് കഴിഞ്ഞ് പറയുന്നു പതിറ്റുപത്ത്. പതിറ്റുപത്ത് എന്താണ്ട? ഒരു സംഘകാല കൃതിയാണ്. അപ്പോൾ സംഘകാല കൃതികളായിട്ട് നമ്മളിവിടെ പഠിച്ചത് ഏതൊക്കെയാണ്? കുറുന്തോക്കൈ പഠിച്ചു, നറ്റിണൈ പഠിച്ചു, അകനാനൂറ്, പതിറ്റുപത്ത്. ഇതെല്ലാം എന്താണ്? സംഘകാല കൃതികളാണ്. നോക്കിക്കേ, സംഘ സാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, തിരുക്കുറളുണ്ട്, ചിലപ്പതികാരം, മണിമേഖല. അപ്പോൾ പ്രാചീന തമിഴകത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് സംഘകാല കൃതികളിൽ നിന്ന് മാത്രമല്ല, മറ്റ് സാഹിത്യ കൃതികളിൽ നിന്നും നമുക്ക് പ്രാചീന തമിഴകത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ആ കൃതികളാണ് ഏതൊക്കെ? തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല. അപ്പോൾ സംഘകാല സാഹിത്യ കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറുന്താക്കൈ, നറ്റിണൈ, അകനാനൂറ്, പുറനാനൂറ്. ഈ സംഘകാല സാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട സാഹിത്യ കൃതികളാണ് തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല. എടാ അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ് തിരുക്കുറൽ എന്നാണ്. പോയിന്റ് നോക്കിക്കേ, തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് തിരുക്കുറൽ. അപ്പോൾ നമ്മുടെ തമിഴ് സാഹിത്യത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട അനശ്വരമായിട്ടുള്ള കൃതികളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത് തിരുക്കുറൽ. തിരുക്കുറൽ രചിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്ടാ? തിരുവള്ളുവർ. അപ്പോൾ തിരുക്കുറൽ ആരാണ് രചിച്ചിരിക്കുന്നത്? തിരുവള്ളുവർ ആണ്. അപ്പോൾ എന്താ പറഞ്ഞേ? തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് ഇത് തിരുക്കുറൽ. തിരുക്കുറൽ രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? തിരുവള്ളുവരാണ്. തിരുവള്ളുവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തിരുക്കുറൽ രചിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നു ചിലപ്പതികാരം. ചിലപ്പതികാരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പതികാരം നമ്മുടെ കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ചിലപ്പതികാരം. അത് എഴുതിയത് ആരാണ്? ഇളങ്കോ അടികളാണ്. ഇപ്പോൾ ചിലപ്പതികാരം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇളങ്കോ അടികളാണ്. അപ്പോൾ പറയുന്നു തിരുക്കുറൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നായ തിരുക്കുറൽ എഴുതിയത് ആരാണ്? തിരുക്കുറൽ തിരുവള്ളുവർ. അടുത്ത് പറയുന്നു കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ചിലപ്പതികാരം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇളങ്കോ അടികളാണ്. അടുത്ത് പറയുന്നു മണിമേഖല. മണിമേഖല എന്താണ്? കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് ഏത്? മണിമേഖല. അപ്പോൾ എന്താണ് മണിമേഖല? കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് ഏത്? മണിമേഖല. മണിമേഖല എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീത്തലൈ സാത്തനാർ. ചാത്തനാർ അല്ലെങ്കിൽ സാത്തനാർ. ചീത്തലൈ ചാത്തനാറാണ് എന്ത് രചിച്ചിരിക്കുന്നത്? മണിമേഖല രചിച്ചത്. എടാ ചാത്തനാർ അല്ലെങ്കിൽ ഇതിനെ സാത്തനാർ എന്നും പറയും കേട്ടോ. സാത്തനാർ. ഓക്കെ, അപ്പോൾ ആരാണ് മണിമേഖല എഴുതിയത്? സാത്തനാറാണ്. മണിമേഖലയിൽ എന്താണ് പറയുന്നത്? കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് ഏത്? മണിമേഖല. എഴുതിയത് ആരാണ്? ചീത്തലൈ ചാത്തനാർ അല്ലെങ്കിൽ സാത്തനാറാണ് മണിമേഖല രചിച്ചത്. എടാ അപ്പോൾ തിരുക്കുറൽ എഴുതിയത് ആരാ? തിരുവള്ളുവരാണ്. ചിലപ്പതികാരം എഴുതിയത് ആരാ? ഇളങ്കോ അടികളാണ്. മണിമേഖല എഴുതിയത് ആരാ? സാത്തനാറാണ്. തിരുക്കുറലിൽ എന്താ പറയുന്നത്? നമ്മുടെ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് ഏത്? തിരുക്കുറൽ. ചിലപ്പതികാരത്തിൽ പറയുന്നത് എന്താണ്? കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ചിലപ്പതികാരം അത് എഴുതിയത് ആരാണ്? ഇളങ്കോ അടികളാണ്. പിന്നെ പറയുന്നു മണിമേഖല കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്നതാണ്. മണിമേഖല എന്ന കൃതി രചിച്ചിരിക്കുന്നത് ആരാണ്? സാത്തനാറാണ്. ആരാണ്ട എഴുതിയത്? സാത്തനാറാണ്. അടുത്ത് നോക്കിക്കേ, അടുത്ത് പറയുന്നത് സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിനെ കുറിച്ചാണ്. നമ്മുടെ സംഘകാലത്ത്, അതായത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സംഘകാലത്തുണ്ടായിട്ടുള്ള ആൾക്കാരുടെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആദ്യം പറയുന്നത് സാമൂഹിക ജീവിതത്തെക്കുറിച്ചാണ്.
തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. അപ്പോൾ അന്നത്തെ ആൾക്കാരെ അവരെന്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചിരുന്നു? നമ്മുടെ തൊഴിലിനെ അടിസ്ഥാനമാക്കി അവരെ എന്ത് ചെയ്തിരുന്നു? വിഭജിച്ചിരുന്നു. അടുത്ത് പറയുന്നു, സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. എന്താണ്? സാമൂഹികപരമായിട്ട് അന്നത്തെ ആൾക്കാരെ വേർതിരിച്ച് കണ്ടിരുന്നില്ല. അത് കഴിഞ്ഞ് പറയുന്നു, സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നവർ പറഞ്ഞു. അതായത് അവരെ തുല്യരായി കാണാൻ തുടങ്ങി. അപ്പോൾ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു? തൊഴിലിനെ അടിസ്ഥാനമാക്കി എന്തുണ്ടായിരുന്നു? സാമൂഹിക വിഭജനം ഉണ്ടായിരുന്നു. അവർക്ക് സാമൂഹികമായിരുന്ന വേർതിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പറയുന്നു, സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. എങ്ങനെയായിരുന്നു? സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നവർ പറയുന്നുണ്ടായിരുന്നു. അടുത്ത് പറയുന്നത് സാമ്പത്തിക ജീവിതമാണ്. അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അപ്പോൾ നമുക്കറിയാം, പണ്ട് കാലത്ത് ആൾക്കാരുടെയൊക്കെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ത് തന്നെയാണ്? കൃഷിയാണ് അല്ലേ? അപ്പോൾ കൃഷിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? കന്നുകാലി വളർത്തൽ, മീൻപിടുത്തം, വേട്ടയാടൽ എന്നീ മറ്റ് ഉപജീവന മാർഗങ്ങളും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കൃഷിയാണ്. കൃഷിയോടൊപ്പം അവരെന്തും ചെയ്തിരുന്നു? കന്നുകാലി മേയ്ക്കലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ മീൻ പിടിക്കുമായിരുന്നു. അതുപോലെ വേട്ടയാടലും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത് പറയുന്നത്, വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. അവർക്ക് എന്താ? മറ്റ് ആൾക്കാരുമായി, മറ്റ് രാജ്യങ്ങളുമായി, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാരുമായിട്ടും മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാരായിട്ടും അവർക്ക് എന്തുണ്ടായിരുന്നു? വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അടുത്ത് പറയുന്നു, കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത്. അപ്പോൾ വിദേശികൾ എന്ത് ചെയ്തു? നമ്മുടെ കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും അവരെന്ത് ചെയ്തു? അവർ നമ്മളുടെ കയ്യിൽ നിന്നും മേടിച്ചു. എന്നിട്ട് പകരം അവർ എന്ത് കൊണ്ടുവന്നു? ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ എന്ത് ചെയ്തടാ? അത് നമ്മുടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഘകാലത്തെ ആൾക്കാർ എന്ത് ചെയ്തിരുന്നു? അവരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കൃഷിയായിരുന്നു. കൃഷിയോടൊപ്പം തന്നെ അവർ എന്തും ചെയ്തു? അവർ വേട്ടയാടുമായിരുന്നു, മീൻ പിടിക്കുമായിരുന്നു, അതേപോലെ കന്നുകാലി വളർത്തലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പറയുന്നത്, അവർക്ക് മറ്റ് രാജ്യങ്ങളുമായി എന്തുണ്ടായിരുന്നു? വിദേശ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അതായത് കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു അവർ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നത്. പകരം ചെമ്പ്, വെള്ളി, സ്വർണം തുടങ്ങിയവ എന്ത് ചെയ്തടാ? അവർ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതാണ് അവരുടെ സാമ്പത്തിക ജീവിതത്തിൽ പറയുന്നത്. സാമൂഹിക ജീവിതത്തിൽ നമ്മൾ എന്താ പഠിച്ചേ? തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എന്തുണ്ടായിരുന്നു? സാമൂഹിക വിഭജനം ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നത് എന്താ? സാമൂഹികമായിട്ടുള്ള വേർതിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പോയിന്റാണ് എന്ത്? സ്ത്രീ പുരുഷ സമത്വം എന്ത് ചെയ്തിരുന്നു? അവിടെ നിലനിന്നിരുന്നു. ഇതാണ് പ്രധാനമായും നമുക്ക് സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്ത് നോക്കിക്കേ. അടുത്ത് പറയുന്നത് തിണകളെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തെ 5ആയി വിഭജിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓർക്കാനുള്ളത് എന്താണ്? എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തെ എത്രയായി വിഭജിച്ചു? 5 ഭൂവിഭാഗങ്ങളായി വിഭജിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് ആരാണ് പരാമർശിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് പരാമർശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘം കൃതികളിലാണ്. അപ്പോൾ സംഘം കൃതികളിൽ പരാമർശിക്കുന്നത് വെച്ചിട്ട് നമ്മുടെ സംഘകാലത്തെ ആൾക്കാരെ അവരുടെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനമാക്കി എത്രയായിട്ട്? 5ആയി തിരിച്ചിരുന്നു. ഇവയെ ഐന്തിണകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഐന്തിണകൾ. അതായത് 5 തിണകൾ എന്നുള്ള അർത്ഥത്തിൽ ഇവയെ എന്തെന്നറിയപ്പെട്ടു? ഐന്തിണകൾ എന്ന് അറിയപ്പെട്ടു. അത് കഴിഞ്ഞ് പറയുന്നു, ഓരോ തിണകളിലെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരുന്നു. അപ്പോൾ പറഞ്ഞത് എന്താണ്? ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തെ ജനങ്ങളെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അവയെ എന്തെന്നറിയപ്പെട്ടു? ഐന്തിണകൾ എന്നാണ് അറിയപ്പെട്ടത്. അത് കഴിഞ്ഞ് പറയുന്നത് എന്താണ്? ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ?
നോക്കിക്കേ, ഇനി പറയുന്നത് ആ 5 തിണകൾ ഏതൊക്കെയാണെന്നാണ്. തിണകളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, അവിടെയുള്ള ആൾക്കാരുടെ ഉപജീവന മാർഗം എന്തായിരുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ ഒന്നാമത്തേത് നോക്കിക്കേ, ആദ്യത്തെ തിണയാണ് കുറിഞ്ചി. ഒന്നാമത്തെ തിണയുടെ പേരെന്താണ്? കുറിഞ്ചി. അപ്പോൾ കുറിഞ്ചി എന്ന് പറയുന്നതാണ് ആദ്യത്തെ തിണ. എടാ, അതിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ ചോദിച്ചു കഴിഞ്ഞാൽ കാട്, മല, അതായത് വനപ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആൾക്കാരുടെ തിണ അറിയപ്പെട്ടിരുന്ന പേരാണ് കുറിഞ്ചി. ഓക്കെ, അപ്പോൾ കുറിഞ്ചി എങ്ങനെയുള്ള ആൾക്കാർ താമസിച്ചതാണ്, എങ്ങനെയുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്, മല എന്നീ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള പ്രദേശത്ത് താമസിച്ചിരുന്ന ആൾക്കാരുടെ കൂട്ടം അല്ലെങ്കിൽ ആ തിണയാണ് ഇത് കുറിഞ്ചി. അപ്പോൾ എടാ, വനപ്രദേശത്തല്ലേ താമസിക്കുന്നേ, അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്തായിരിക്കും? വനവിഭവ ശേഖരണം. എടാ, അപ്പോൾ കുറിഞ്ചിയിലുള്ള ആൾക്കാർ അവരുടെ ഉപജീവന മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ, അവർ വനപ്രദേശത്തല്ലേ താമസിക്കുന്നേ, അപ്പോൾ അവിടെ ധാരാളം പ്രകൃതി വിഭവങ്ങൾ അവർക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? അവർ ഈ വനവിഭവങ്ങളെ ശേഖരിക്കും. അതേപോലെ ധാരാളം മൃഗങ്ങളുള്ള പ്രദേശമായതിനാൽ അവരെന്തും ചെയ്യും? അവർ വേട്ടയാടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ തിണ പഠിച്ചു. ഒന്നാമത്തെ തിണ ഏതാണ്? കുറിഞ്ചിയാണ്. കുറിഞ്ചിയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാ? കാട്, മല. പിന്നെ പറയുന്നു ഇവരുടെ ഉപജീവന മാർഗം. എടാ, ഉപജീവന മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനവിഭവ ശേഖരണം, അതേപോലെ എന്തും കൂടിയുണ്ട്? വേട്ടയാടൽ. വനവിഭവ ശേഖരണവും വേട്ടയാടലുമാണ് കുറിഞ്ചി തിണയിലുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട തൊഴിലായി പറയുന്നത്. രണ്ടാമത്തേത് നോക്കിക്കേ, അടുത്ത് പറയുന്നു മുല്ലൈ. രണ്ടാമത്തെ തിണയുടെ പേരാണ് മുല്ലൈ. എടാ, മുല്ലയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത ചോദിച്ചു കഴിഞ്ഞാൽ പുൽമേടുകൾ, കുറ്റിക്കാടുകൾ. എടാ, അപ്പൊ എങ്ങനെയുള്ള പ്രദേശങ്ങളാണ്? പുൽമേടുകള്, കുറ്റിക്കാടുകള്. എടാ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശത്താണ് എന്ത്? നമുക്ക് കന്നുകാലി മേയ്ക്കാൻ എളുപ്പം അല്ലേ? കന്നുകാലികളെ മേയ്ക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള പ്രദേശം ഏതാണ്? അത് പുൽമേടുകളും കുറ്റിക്കാടുകളുമാണ്. അപ്പോൾ പുൽമേടുകൾ, കുറ്റിക്കാടുകൾ എന്നിവയായിരുന്നു മുല്ലൈ തിണയിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചെയ്തിരുന്ന കാര്യം. അവിടെ ഉണ്ടായിരുന്നത് പുൽമേടുകളും കുറ്റിക്കാടുകളുമാണ്. അവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ കന്നുകാലി മേയ്ക്കൽ അല്ലേ? അവർക്ക് അവിടെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. എന്ത് ചെയ്യുക? കന്നുകാലികളെ വളർത്തുക, അവയെ മേയ്ക്കുക എന്നുള്ളതായിരുന്നു മുല്ലൈ തിണയിലെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. എടാ, അപ്പം നമ്മൾ 2 എണ്ണം പഠിച്ചില്ലേ? ആദ്യം പറഞ്ഞു കുറിഞ്ചി. കുറിഞ്ചിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത പറഞ്ഞു. എന്താ? കാട്, മല. അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്തായിരുന്നടാ? വനവിഭവ ശേഖരണം, അതേപോലെ വേട്ടയാടൽ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് മുല്ലയെ കുറിച്ചാണ്. മുല്ലൈ എന്താണ്ടാ? പുൽമേടുകൾ, കുറ്റിക്കാടുകൾ തുടങ്ങിയവയായിരുന്നു ഇവയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത. ഇവയുടെ ഉപജീവന മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കന്നുകാലി വളർത്തൽ. അടുത്ത് നമുക്ക് പഠിക്കാം. അടുത്ത് പറയുന്നു പാലൈ. പാലൈ എന്ന് പറയുന്നത് ഒരു വരണ്ട പ്രദേശമാണ്. അപ്പോൾ വരണ്ട പ്രദേശത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൃഷി ചെയ്യാൻ പറ്റില്ല, കന്നുകാലികളെ മേയ്ക്കാൻ വിടാൻ പറ്റില്ല, നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, മീൻ പിടിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗമായി കണ്ടത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളയും കവർച്ചയും. അപ്പോൾ അവർക്ക് വേറെ എന്താണ് ഉപജീവന മാർഗമൊന്നുമില്ല. അവർക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? കൊള്ള ചെയ്യാനും കവർച്ച ചെയ്യാനുമേ പറ്റുള്ളൂ. അപ്പോൾ പാലയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ എങ്ങനെയുള്ളവരായിരുന്നു? കൊള്ളക്കാരും കവർച്ച ചെയ്ത് ജീവിക്കുന്നവരും ആയിരുന്നു. എങ്ങനെയുള്ള ഭൂപ്രദേശമാണ് അവർക്ക് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനത്തെയാണ്ടാ? വരണ്ട പ്രദേശമാണ്. എടാ, അതുകൊണ്ടല്ലേ അവര് കക്കാനും കൊള്ളയടിക്കാനും ഒക്കെ ഏർപ്പെട്ടത്. ഓക്കെ അല്ലേ? എടാ, അടുത്ത് പറയുന്നു മരുതം. അടുത്ത തിണ ഏതാണ്? മരുതമാണ്. മരുതം എന്ന് പറയുന്നത് ഒരു വയൽ പ്രദേശമാണ്. മരുതം എങ്ങനത്തെ ആണ്ടാ? വയൽ പ്രദേശമാണ്. മരുതം എന്ന് പറയുന്നത് എന്താണ്? വയൽ പ്രദേശമാണ്. അവിടെയുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട തൊഴിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? കൃഷിയായിരിക്കും. അപ്പോൾ മരുതം എന്ന് പറയുന്നത് വയൽ പ്രദേശമാണ്. അവിടെയുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്താണ്? കൃഷിയാണ്. അവസാനം പറയുന്നു 5ാമത്തെ തിണയാണ് ഏത്? നെയ്ത്തൽ. എടാ, നെയ്ത്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. നെയ്ത്തൽ എന്താണ്?
തീരപ്രദേശമാണ്. അപ്പോൾ തീരപ്രദേശം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അവിടെയുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്, അവർ മീൻപിടുത്തമുണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. അതേപോലെ ഉപ്പ് കുറുക്കൽ, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഉപ്പ് കൃഷി ചെയ്യുന്നുണ്ട്, ഉപ്പ് കുറുക്കുന്നുണ്ട്. അപ്പോൾ മീൻപിടുത്തം, ഉപ്പ് കുറുക്കൽ എന്നിവയായിരുന്നു തീരപ്രദേശം ഭൂമിശാസ്ത്ര സവിശേഷതയായി വരുന്ന നെയ്ത്തൽ തിണയിലുള്ള ആൾക്കാരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തിണകളെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണെടാ തിണകള്? തിണകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തെ 5 ഭൂവിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവ എന്തെന്നറിയപ്പെട്ടു? ഐന്തിണകൾ. അപ്പോൾ ഐന്തിണകൾ, 5 തിണകൾ എന്നാണ് ഇവ അറിയപ്പെട്ടത്. ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവന മാർഗവും തിണകളുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ 5 തിണകൾ ഏതൊക്കെയാണെന്ന് നോക്കി. നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാണ്? കുറിഞ്ചിയാണ്. എടാ, അപ്പോൾ കുറിഞ്ചി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു? കാട്, മല എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര സവിശേഷതകൾ. അപ്പോൾ കാടും മലയൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, അവിടെ ധാരാളം വനവിഭവങ്ങളുണ്ട്. അപ്പോൾ വനവിഭവ ശേഖരണവും അതുപോലെ തന്നെ വേട്ടയാടലുമായിരുന്നു കുറിഞ്ചി തിണയിലെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് മുല്ലയാണ്. മുല്ല എന്ന് പറയുന്നത് പുൽമേടുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ പ്രദേശമായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ തൊഴിലെന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? കന്നുകാലി മേയ്ക്കലാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് പാലയാണ്. പാലൈ എന്ന് പറയുന്നത് ഒരു വരണ്ട പ്രദേശമാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് കൃഷിയൊന്നും പ്രായോഗികമായിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ കൊള്ളയിലേക്കും കവർച്ചയിലേക്കും പോയി. അപ്പോൾ അവരുടെ ഉപജീവന മാർഗം എന്താണ്ടാ? കൊള്ള ചെയ്യലും കവർച്ച ചെയ്യലും ആയിരുന്നു. അത് കഴിഞ്ഞ് പറയുന്നത് മരുതമാണ്. മരുതം എന്ന് പറയുന്നത് ഒരു വയൽ പ്രദേശമാണ്. അവിടെ ആൾക്കാർ എന്ത് ചെയ്തു? അവർ കൃഷി ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു എന്താണ്? നെയ്ത്തലാണ്. നെയ്ത്തൽ എന്ന് പറയുന്നത് ഒരു തീരപ്രദേശമാണ്. അവിടെയുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് മീൻപിടുത്തവും അതുപോലെ തന്നെ ഉപ്പ് കുറുക്കലും ആയിരുന്നു. അപ്പോൾ എന്താണ് തിണ എന്നുള്ളത് സെറ്റാണേ. എടാ, അടുത്ത് നോക്കിക്കേ. അടുത്ത് പറയുന്നു, ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റ് തിണകളുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഈ വ്യാപാര കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണെന്ത്? അങ്ങാടികൾ. അപ്പോൾ ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന സാധനങ്ങൾ മറ്റ് തിണകളുമായി ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? കൈമാറ്റം ചെയ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടാൻ തുടങ്ങിയതോടുകൂടി എന്തിൻ്റെ രൂപീകരണം ഉണ്ടായി? വ്യാപാര കേന്ദ്രങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് വ്യാപാര കേന്ദ്രങ്ങൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാചീന തമിഴകത്ത് പരസ്പരം അവർ സാധനങ്ങൾ കൈമാറുമായിരുന്നു. മറ്റ് തിണകളിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വേറെ തിണകളുമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു? കൈമാറ്റം ചെയ്യപ്പെടുമായിരുന്നു. അങ്ങനെയാണ് അവിടെ എന്ത് വരുന്നത്? വ്യാപാര കേന്ദ്രങ്ങൾ വരുന്നത്. അപ്പോൾ ഈ വ്യാപാര കേന്ദ്രങ്ങൾ ഒരു പേരിൽ അറിയപ്പെട്ടു. എന്താണ്? അങ്ങാടികൾ. അപ്പോൾ അങ്ങാടികൾ എന്നാണ് ഈ വ്യാപാര കേന്ദ്രങ്ങളെ വിളിച്ചിരുന്നത്. അടുത്ത് പറയുന്നു അങ്ങാടികൾ എന്താണെന്നാണ്. എടാ നോക്കിക്കേ, പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണവും അതുപോലെ നാളങ്ങാടിയും. അപ്പോൾ പ്രാചീന തമിഴകത്തില് അങ്ങാടികൾ നിലനിന്നിരുന്നു എന്ന് പറഞ്ഞു. പ്രധാനമായും 2 അങ്ങാടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്ടാ? ഒന്ന് അല്ലലാവണവും രണ്ടാമത് പറയുന്നു നാളങ്ങാടി. രണ്ടാമത്തേത് ഏതാണ്? നാളങ്ങാടി. ഇനി ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലലാവണം എന്ന് പറയുന്നത് അന്തിച്ചന്ത, അതായത് സന്ധ്യ നേരത്തെ ചന്തയായിരുന്നു ഏത്? അല്ലലാവണം. അങ്ങനെയാണെങ്കിൽ നാളങ്ങാടി എന്താ? നാളങ്ങാടി പകൽ ചന്തയാണ്. അപ്പോൾ പറഞ്ഞത് എന്താണ്ടാ? അങ്ങാടികൾ ഉണ്ടായിരുന്നു 2 തരം. ഏതൊക്കെയാണ്? അല്ലലാവണവും നാളങ്ങാടിയും. ഇതിൽ അല്ലലാവണം എന്താണ്? പകൽ ചന്തയാണോ? അല്ല, അല്ലലാവണം അന്തിച്ചന്ത, അതായത് വൈകുന്നേരത്തെ ചന്തയാണ്. നാളങ്ങാടി എന്താണ്? നാളങ്ങാടി പകൽ ചന്തയാണ്. തിരിഞ്ഞു പോവരുത്. നാളങ്ങാടി പകൽ ചന്തയും അല്ലലാവണം എന്താണ്? അന്തി ചന്തയുമായിരുന്നു. അന്തിച്ചന്തയാണ് എന്ത്? അല്ലലാവണം. ഇനി തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്തിരുന്നു.
അപ്പോൾ ഈ അങ്ങാടിയിലാണ്, അതായത് നമ്മൾ ഇന്ന് കാണുന്ന മാർക്കറ്റാണ് എന്ത് അന്നത്തെ അങ്ങാടികൾ എന്ന് പറയുന്നത്. ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുമായിരുന്നൂടാ, ഈ പറയുന്ന അങ്ങാടികളിൽ കിട്ടുമായിരുന്നു. ഇവിടെ നമുക്ക് മറക്കാൻ പറ്റാത്ത 2 പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന് ഏതാണ്? പകൽ സമയത്തെ ചന്ത. ഏതാണ്ടാ? അല്ലലാവണം ആണോ? അല്ലലാവണം എന്താണ്? അന്തിച്ചന്തയാണ്. നാളങ്ങാടി എന്താണ്? പകൽ ചന്തയാണ്. പകൽ സമയത്തെ ചന്ത ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട? നാളങ്ങാടിയാണ്. അന്തിച്ചന്തയാണ് ഏത്? അല്ലലാവണം. അത് രണ്ടും മറന്നു പോകരുത്. അല്ലലാവണം, അന്തിച്ചന്ത, നാളങ്ങാടി, പകൽ ചന്ത. ഓക്കെ അല്ലേടാ? അടുത്ത് നോക്കിക്കേ. അടുത്ത് പറയുന്നു, പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായി മൂവേന്തർ അഥവാ മൂവരശർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പോയിന്റ് വായിക്കുമ്പോഴേ കാര്യം മനസ്സിലാവും. എന്താണ്ടാ? നമ്മുടെ പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് ആരാണ് പണ്ട് കാലത്ത്? ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളാണ്. അപ്പോൾ ഈ ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ ഇവരെ 3 പേരെയും ചേർത്ത് നമ്മൾ എന്തെന്ന് പറയും? 3 പേരെയും ചേർത്ത് മൂവേന്തർ എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയും? മൂവരശർ. മൂവേന്തർ അല്ലെങ്കിൽ മൂവരശർ എന്ന് പറയുമായിരുന്നു. തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും മൂവേന്തർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത്. ഇപ്പോൾ തമിഴകത്തില് നിരവധി ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് അതിൽ ഏറ്റവും കൂടുതൽ അധികാര പദവി ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂവേന്തന്മാർക്കായിരുന്നു. അടുത്ത് പറയുന്നു, ഈ രാജാക്കന്മാരെ കോ, കോൻ, കടും കോ എന്നും വിളിച്ചിരുന്നു. എന്തൊക്കെ വിളിച്ചിരുന്നടാ? കോ എന്ന് വിളിച്ചിരുന്നു. അതുപോലെ തന്നെ എന്താണ്? കോൻ എന്ന് പറയുമായിരുന്നു. കടും കോ എന്നും പറയുമായിരുന്നു. ഇതിൻ്റെ അകത്ത് വേറൊന്നുമില്ല. പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളായിരുന്നു. ഇവരെ നമ്മൾ മൂവേന്തർമാർ എന്നല്ലെങ്കിൽ മൂവരശർ എന്ന് പറയുമായിരുന്നു. തമിഴകത്തിൽ നിരവധി ഭരണാധികാരികൾ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ അധികാര പദവികൾ ഉണ്ടായിരുന്നത് ഈ പറയുന്ന മൂവേന്തന്മാർക്കായിരുന്നു. ഈ രാജാക്കന്മാരെ കോ, കോൻ, കടും കോ എന്നും എന്ത് ചെയ്തിരുന്നു? വിളിച്ചിരുന്നു. അടുത്ത് പറയുന്നത് മഹോദയപുരത്തെ പെരുമാക്കന്മാരെ പറ്റിയാണ്. നോക്കിക്കേടാ, C9 നൂറ്റാണ്ടിൽ എന്നാണ്? C9 നൂറ്റാണ്ടിൽ നമ്മുടെ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി പെരുമാക്കന്മാരുടെ ഭരണം സ്ഥാപിക്കപ്പെട്ടു. ഇപ്പൊ എന്താ പറയുന്നത്? C9 നൂറ്റാണ്ടില് ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുര കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. ഈ പെരുമാക്കൾ പിൽക്കാല ചേരർ എന്നറിയപ്പെട്ടു. അപ്പൊ ഈ പെരുമാക്കന്മാര് പിന്നീട് അറിയപ്പെട്ട പേരെന്തെന്നാണ്? പിൽക്കാല ചേരർ. അപ്പൊ പെരുമാക്കന്മാർ അറിയപ്പെട്ട പേരെന്തെന്നാണ്? പിൽക്കാല ചേരർ എന്നാണ്. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു. അപ്പൊ എന്താണ്ടാ പറയുന്നത്? നമ്മുടെ C9 നൂറ്റാണ്ടില് ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. ഈ പെരുമാക്കന്മാർ പിൽക്കാലത്ത് എന്തെന്നറിയപ്പെട്ടു? പിൽക്കാല ചേരർ എന്നറിയപ്പെട്ടു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാള്, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള എന്ത് സ്വീകരിച്ചു? സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. എടാ, ഇതിൽ വേറെ കൺഫ്യൂഷൻ വരാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇത് പ്രധാനമായിട്ടും ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരെ നമ്മൾ എന്തെന്ന് പറയും? മൂവേന്തർ അല്ലെങ്കിൽ മൂവരശർ എന്ന് പറയും. അതുപോലെ തന്നെ ഇവരെ എന്തെന്നും വിളിക്കുമായിരുന്നു? കോ, കോൻ, കടും കോ എന്നും വിളിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പറയുന്നത് C9 നൂറ്റാണ്ടില് നമ്മുടെ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി പെരുമാക്കന്മാരുടെ ഭരണം നിലനിന്നിരുന്നു. പെരുമാക്കൾ എന്തെന്നറിയപ്പെട്ടു? പിൽക്കാല ചേരർ എന്നറിയപ്പെട്ടു. ഇവിടുത്തെ രാജാക്കന്മാര് പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള എന്ത് സ്വീകരിച്ചു? സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചു എന്നുമാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മഹോദയപുരത്തിനെ കുറിച്ചാണ്. C9 നൂറ്റാണ്ട് മുതൽ 12 നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ കേന്ദ്രമായിരുന്നു അല്ലെങ്കിൽ തലസ്ഥാനമായിരുന്നു ഈ മഹോദയപുരം. വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം. രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുക്കോദ, ഭാസ്കര രവി എന്നിവർ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളായിരുന്നു. അപ്പോൾ ഇതിൽ പറയുന്നതൊന്നുമില്ല. C9 നൂറ്റാണ്ട് മുതൽ 12 നൂറ്റാണ്ട് വരെ
ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു എന്തെന്ന് പറയുന്നത് മഹോദയപുരം. ആ പോയിന്റ് ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്ത് പറയുന്നത് എന്താണ്ടാ, വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഈ മഹോദയപുരം. പിന്നെ ഇവിടുത്തെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭരണാധികാരികളെ പറയുന്നുണ്ട്. ആരൊക്കെയാണ്? രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുക്കോദ, ഭാസ്കര രവി. ആരൊക്കെയാണ്ടാ? രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുക്കോദ, ഭാസ്കര രവി. ഇവരൊക്കെ എന്താണ്? മഹോദയപുരത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ്. ഇത്രയേ ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ. അടുത്ത് പറയുന്നത് നോക്കിക്കേ. അടുത്ത് പറയുന്നത് പെരുമാക്കന്മാരുടെ ഭരണത്തിനെ കുറിച്ചാണ്. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി തിരിച്ചിരുന്നു. മനസ്സിലായല്ലോ? അതിലൊന്നുമില്ല. പെരുമാക്കന്മാരുടെ ഭരണകാലത്ത് രാജ്യത്തെ എന്ത് ചെയ്തു? അവർ വിവിധ നാടുകളായിട്ട്, ഭരണത്തിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർ വിവിധ നാടുകളായിട്ട് തിരിച്ചിരുന്നു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു. അവരുടെ പെരുമാക്കന്മാരുടെ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ നാടുകളെ എന്ത് ചെയ്തു? നാടുകളെ അവർ ദേശങ്ങളായി വിഭജിച്ചു. നാടുകളെ എന്തായി? നാടുകളെ ദേശങ്ങളായി വിഭജിച്ചു. അതുപോലെ തന്നെ ദേശങ്ങളെ എന്തായി വിഭജിച്ചു? കരകളായി വിഭജിച്ചു. ദേശങ്ങളെ എന്തായി വിഭജിച്ചു? കരകളായും വിഭജിച്ചു. അപ്പോൾ നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും അവർ വിഭജിച്ചു. അടുത്ത് പറയുന്നു, നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചിരുന്നത്. അപ്പം നാടിൻ്റെ ഭരണം, നാടുകളുടെ ഭരണം ആര് നോക്കി? നാടുവാഴികൾ നോക്കി. ദേശങ്ങളുടെ ഭരണം ആര് നോക്കി? ദേശവാഴികൾ നോക്കി. അടുത്ത് പറയുന്നു, ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. അടുത്ത് പറയുന്നത്, കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്കാണ്? പെരുമാളിനാണ്. ഇത് വായിക്കുമ്പോഴേ മനസ്സിലാവും. ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. പറയുന്നത് എന്താണ്? പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ എന്ത് ചെയ്തു? വിവിധ നാടുകളായി തിരിച്ചു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചു. നാടുകളുടെ ഭരണം നടത്തിയിരുന്നതാണ് നാടുവാഴി. ദേശങ്ങളുടെ ഭരണം നടത്തിയിരുന്നത് ആരാണ്? ദേശവാഴി. ഇനി ദേശവാഴികൾ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലാണ് ദേശവാഴികൾ ഭരിച്ചിരുന്നത്. അടുത്ത് പറയുന്നു, കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ്? അത് പെരുമാക്കന്മാർക്കാണ്. ഓക്കെ അല്ലേ? എടാ അടുത്ത് പറയുന്നത് നോക്കിക്കേ. സാമ്പത്തിക പുരോഗതിയെ കുറിച്ചാണ്. ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും പെരുമാൾ രാജ്യത്തിന്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയാർ, നാനോദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശക്തമായൊരു സാമ്പത്തിക അടിത്തറയാണ് പെരുമാൾ ഭരണകാലത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അവരെന്ത് ചെയ്തു? അവർ കൃഷിയോടൊപ്പം വാണിജ്യവും അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെ കൃഷിയോടൊപ്പം തന്നെ വാണിജ്യത്തിനും ഒരു അഭിവൃദ്ധി ഉണ്ടായി. പിന്നെ പറയുന്നു, നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ്, വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? സുഗന്ധവ്യഞ്ജന വ്യാപാരമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതുവഴി അവർക്ക് തുറമുഖങ്ങൾ വഴിയാണല്ലോ ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ തുറമുഖങ്ങൾ വഴി അവർക്ക് ലഭിച്ചിരുന്ന നികുതിയും എന്തിനാണ്? നമ്മുടെ ഈ പെരുമാൾ ഭരണകാലത്തെ സാമ്പത്തിക പുരോഗതിക്ക് ഒരു നേട്ടമുണ്ടാക്കി. എടാ അങ്ങനെയല്ലേ, നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തുറമുഖം വഴിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഈ ലഭിച്ചിരുന്ന ടാക്സ് എന്ന് പറയുന്നത് പെരുമാക്കന്മാരുടെ രാജ്യത്തിൻ്റെ എന്താണ്, അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഒരു വലിയ മേൽക്കോയ്മയായി എന്നാണ് പറയുന്നത്. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന ഉണ്ടായിരുന്നതാണ് അഞ്ചുവണ്ണം, മണിഗ്രാമം, വാളഞ്ചിയാറ്, നാനാദേശികൾ. ഇതൊക്കെ എന്താണ്ട? കച്ചവട സംഘങ്ങളാണ്. ഇത് ചോദിച്ചിട്ടുണ്ടേ, പഠിച്ചു വെച്ചോ. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന എന്താണ്? വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന കച്ചവട സംഘങ്ങളാണ് ഇതൊക്കെ. അഞ്ചുവണ്ണം, മണിഗ്രാമം, വാളഞ്ചിയാർ, നാനാദേശികൾ തുടങ്ങിയവ എന്താണ്ട? കച്ചവട സംഘങ്ങളാണ്. ഇവരുടെ ഇവരുടെ വാണിജ്യ പ്രവർത്തനവും നമ്മുടെ ഈ പറയുന്ന മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കിക്കേടാ. അടുത്ത് പറയുന്നത് സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചാണ്. പെരുമാൾ ഭരണകാലത്ത്
സാംസ്കാരിക രംഗത്തും സാമ്പത്തിക രംഗത്തെന്നോണം എന്താണ് സാംസ്കാരിക രംഗത്തും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രമെന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാന സ്ഥാപനമായി മാറി. അപ്പോൾ കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്നുള്ള നിലയിൽ ക്ഷേത്രങ്ങൾ എന്ത് ചെയ്തു? സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥാപനമായി മാറി. അടുത്ത് പറയുന്നു, ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ എന്ത് രൂപപ്പെട്ടു? ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. ശ്രദ്ധിച്ചോ? അപ്പോൾ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടത് എങ്ങനെയാണ്? ജനനം മുതൽ തന്നെ ഒരേ തൊഴിൽ തന്നെ എന്ത് ചെയ്തു? എല്ലാവരും പരമ്പരാഗതമായി ചെയ്തു വന്നതുകൊണ്ട് എന്ത് രൂപപ്പെട്ടു? ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. അടുത്ത് പറയുന്നത്, വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അപ്പോൾ അടുത്ത് പറയുന്ന മാറ്റം എന്താണ്? വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അടുത്ത് പറയുന്നു, അനുഷ്ഠാന കലകളായിട്ടുള്ള കൂത്തും കൂടിയാട്ടവും. അപ്പോൾ കൂത്തും കൂടിയാട്ടവും എന്ത് കലകളാണ്? അനുഷ്ഠാന കലകളാണ്. അപ്പോൾ അനുഷ്ഠാന കലകളായിട്ടുള്ള കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിലാണ് എന്ത് ചെയ്യുന്നത്? വികാസം പ്രാപിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, പെരുമാൾ ഭരണകാലത്ത് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ സാംസ്കാരിക ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു എന്താണ്? കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. അത് കഴിഞ്ഞ് പറയുന്നു, ജനനം മുതൽ തന്നെ ഒരേ തൊഴിലാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്, അതായത് ഒരേ തൊഴിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് എന്ത് രൂപപ്പെടാൻ തുടങ്ങി? ജാതി വ്യവസ്ഥ രൂപപ്പെടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പറയുന്നു, വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കാലയളവിൽ വികസിപ്പിച്ച അല്ലെങ്കിൽ വികാസം പ്രാപിച്ച അനുഷ്ഠാന കലകളാണ് ഏതൊക്കെ? കൂത്തും കൂടിയാട്ടവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായും പഠിക്കാനുള്ള പോയിന്റ്സ് ഇത്രയൊക്കെയാണ്. അടുത്ത് നോക്കിക്കേ, അടുത്ത് പറയുന്നത് നാടുവാഴി സ്വരൂപങ്ങളെ കുറിച്ചിട്ടാണ്. നോക്കിക്കോ, ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. അതിൽ മനസ്സിലാക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് ആരേറ്റെടുക്കുകയുണ്ടായി? നാടുവാഴികളുടെ കീഴിലായി. അങ്ങനെയാണ് എന്ത് വരുന്നത്? നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെടാൻ തുടങ്ങിയത്. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ. അപ്പോൾ എന്താണ് സ്വരൂപങ്ങൾ? മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളെ പറഞ്ഞിരുന്ന പേരാണ് സ്വരൂപങ്ങൾ. അത് കഴിഞ്ഞ് പറയുന്നു, മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ആരാണ് സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളാണ് സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് ആരുടെ കയ്യിലായി? നാടുവാഴികളുടെ കയ്യിലായി. അതെന്തെന്നറിയപ്പെട്ടു? നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു എന്ത്? സ്വരൂപങ്ങൾ. അപ്പോൾ ഈ മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയുള്ള കൂട്ടുകുടുംബങ്ങളാണ് എന്തിനെ നിയന്ത്രിച്ചത്? നമ്മുടെ ഈ സ്വരൂപങ്ങളെ, നാടുവാഴി സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. അടുത്ത് പറയുന്നത് നോക്കിക്കേ, നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഏതൊക്കെ? കണ്ണൂരുള്ള കോലത്ത് നാട്. ഇതും സ്ഥിരമായി ചോദിക്കുന്നതാണ്, പഠിച്ചു വെച്ചോ. നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണൂരുള്ള നാടുവാഴി സ്വരൂപമാണ് ഏത്? കോലത്ത് നാട്. അപ്പോൾ കോലത്ത് നാട് എവിടെയുള്ളതാണ്? കണ്ണൂരുള്ളതാണ്. അടുത്ത് പറയുന്നു നെടിയിരുപ്പ് സ്വരൂപം. നെടിയിരുപ്പ് എവിടെയാണ്? നെടിയിരുപ്പ് കോഴിക്കോടാണ്. അപ്പോൾ കോലത്ത് നാട് എവിടെയാണ്? കണ്ണൂരാണ്. നെടിയിരുപ്പ് പറഞ്ഞു, നെടിയിരുപ്പ് എവിടെയാണ്? കോഴിക്കോടാണ്. അടുത്ത് പറയുന്നു പെരുമ്പടപ്പ് സ്വരൂപം. പെരുമ്പടപ്പ് സ്വരൂപം എവിടെയാണ്ടാ? കൊച്ചിയിലാണ്. പെരുമ്പടപ്പ് എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പൊ നമ്മൾ മൂന്നെണ്ണം പറഞ്ഞേ. കോലത്ത് നാട് എവിടാ? കോലത്ത് നാട് കണ്ണൂരാണ്.
നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോടാണ്. പെരുമ്പടപ്പ് സ്വരൂപം എവിടെയാണ്ട? കൊച്ചിയിലാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നു തൃപ്പാപ്പൂർ. തൃപ്പാപ്പൂർ സ്വരൂപം എവിടെയാണ്ട? തൃപ്പാപ്പൂർ സ്വരൂപം വേണാടാണ്. അപ്പോൾ നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഏത്? കോലത്തുനാട് കണ്ണൂര്, കോഴിക്കോടുള്ള നെടിയിരുപ്പ് സ്വരൂപം, അതുപോലെ കൊച്ചിയിലുള്ള പെരുമ്പടപ്പ് സ്വരൂപം, വേണാടുള്ള തൃപ്പാപ്പൂർ സ്വരൂപം. നാടുവാഴി ഭരണത്തിന്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. അപ്പോൾ എന്താണ്? നാടുവാഴി ഭരണം വ്യാപകമായതോടുകൂടി ജന്മി സമ്പ്രദായം വ്യാപകമായി. മധ്യകാല കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം. അപ്പോൾ എന്താണ് ജന്മി സമ്പ്രദായം ചോദിച്ചു കഴിഞ്ഞാൽ, മധ്യകാല കേരളത്തില് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെയൊക്കെ നിയന്ത്രിച്ചിരുന്ന സംവിധാനത്തിനെ പറയുന്ന പേരാണെന്ത്? ജന്മി സമ്പ്രദായം. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കിക്കേ. ജന്മി സമ്പ്രദായത്തിന്റെ വ്യാപനത്തിന്റെ ഫലമായിട്ടാണ് എന്തുയർന്നു വന്നത്? നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നത്. അപ്പോൾ നാടുവാഴി സ്വരൂപങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ജന്മി സമ്പ്രദായത്തിന്റെ വ്യാപനത്തിന്റെ ഫലമായിട്ടാണ് എന്ത് വരുന്നത്? നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വരുന്നത്. ഇനി പറയുന്നത് എന്താണ് മക്കത്തായം, എന്താണ് മരുമക്കത്തായം എന്നാണ്. നമ്മുടെ പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ച അവകാശ രീതിയാണ് എന്തെന്ന് പറയുന്നത്? മക്കത്തായവും മരുമക്കത്തായവും. പിന്തുടർച്ച അവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്നത് എന്താണ്? മക്കത്തായം. എന്നാൽ പിന്തുടർച്ച അവകാശം സഹോദരിയുടെ പുത്രന്മാർക്കാണ് കൊടുക്കുന്നത് എങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? മരുമക്കത്തായം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ച അവകാശമായിരുന്നു മക്കത്തായവും മരുമക്കത്തായവും. അച്ഛൻ മക്കൾക്ക് സ്വത്ത് കൊടുക്കുന്നതാണ് എന്ത്? മക്കത്തായം. എന്നാൽ സഹോദരിയുടെ മക്കൾക്ക് എന്താണ്? സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വത്തുക്കൾ കൊടുക്കുന്ന രീതിയാണ് എന്ത്? മരുമക്കത്തായം. അപ്പോൾ നമ്മൾ മക്കത്തായം എന്താണെന്ന് പറഞ്ഞു, മരുമക്കത്തായം പറഞ്ഞു, നാടുവാഴി സ്വരൂപങ്ങളും പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിക്കേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് പറയുന്നത് കോലത്തുനാട് സ്വരൂപത്തിനെ കുറിച്ചാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കണ്ണൂര് കേന്ദ്രമാക്കി ഭരണം നടത്തുന്നവരാണ് ആര്? കോലത്തുനാട് സ്വരൂപം. ഇവിടെയുള്ള ഭരണാധികാരികളെ നമ്മൾ എന്തെന്ന് പറയും? കോലത്തിരി. അപ്പോൾ കോലത്തിരി എന്നാണ് കോലത്തുനാട് സ്വരൂപത്തിലെ ഭരണാധികാരിയെ അറിയപ്പെടുന്നത്. എളുപ്പമല്ലേടാ? അപ്പോൾ കോലത്തുനാട് സ്വരൂപം എവിടെയായിരുന്നു? കണ്ണൂരായിരുന്നു. ഇവിടുത്തെ ഭരണാധികാരിയെ എന്തെന്ന് പറയുന്നു? കോലത്തിരി എന്ന് പറയുന്നു. അടുത്ത് പറയുന്നത് നെടിയിരുപ്പ് സ്വരൂപമാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു നെടിയിരുപ്പ് സ്വരൂപം ഏത് ജില്ലാ ആസ്ഥാനമായിരുന്നു? നമ്മുടെ കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നതാണ് ഏത്? നെടിയിരുപ്പ് സ്വരൂപം. കോഴിക്കോടുള്ള നെടിയിരുപ്പ് സ്വരൂപം, അതിന്റെ ഭരണാധികാരിയെ നമ്മൾ എന്തെന്ന് പറയും? സാമൂതിരി. അപ്പോൾ നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ ഭരണാധികാരി ആരാണ്? സാമൂതിരിയാണ്. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. അപ്പോൾ മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം കൂടി സാമൂതിരിക്ക് ലഭിച്ചതോടുകൂടി സാമൂതിരിയുടെ പ്രശസ്തി എന്ത് ചെയ്തു? വർദ്ധിച്ചു. അപ്പോൾ നമ്മൾ രണ്ട് സ്വരൂപം പഠിച്ചില്ലേ? കോലത്തുനാട് സ്വരൂപം എവിടെയാണ്ടാ? കണ്ണൂരാണ്. അവിടുത്തെ ഭരണാധികാരി അറിയപ്പെടുന്ന പേരെന്താണ്? കോലത്തിരി. അത് കഴിഞ്ഞ് പറഞ്ഞു നെടിയിരുപ്പ് സ്വരൂപം എവിടെയാണ്ടാ? കോഴിക്കോട് കേന്ദ്രമാക്കി ഭരണം നടത്തി. ഭരണാധികാരി അറിയപ്പെട്ടത് സാമൂതിരി. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തിയും വർദ്ധിച്ചു. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കേ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പെരുമ്പടപ്പ് സ്വരൂപത്തിനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു എവിടെയാ? കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. അപ്പൊ പെരുമ്പടപ്പ് സ്വരൂപം എവിടെയാണ്ടാ? കൊടുങ്ങല്ലൂരാണ്. പിൽക്കാലത്ത് ഇത് എന്തെന്നറിയപ്പെട്ടു? കൊച്ചി രാജവംശം എന്നറിയപ്പെട്ടു. പിൽക്കാലത്ത് ഇത് എന്തെന്നാണ് അറിയപ്പെടുന്നത്? കൊച്ചി രാജവംശം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ കൊച്ചി രാജവംശം എന്നാണ് അറിയപ്പെട്ടത്? പെരുമ്പടപ്പ് സ്വരൂപം അറിയപ്പെട്ടത്. അപ്പോൾ കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. പിൽക്കാലത്ത് എന്തെന്നറിയപ്പെട്ടു? കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. അടുത്ത് പറയുന്നതാണ് തൃപ്പാപ്പൂർ സ്വരൂപം അല്ലെങ്കിൽ വേണാട് സ്വരൂപം. പോയിന്റ് നോക്കിക്കേ. കേരളത്തിലെ
തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സ്വരൂപം. അപ്പോൾ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സ്വരൂപമാണ് ഏത്? തൃപ്പാപ്പൂർ സ്വരൂപം അല്ലെങ്കിൽ വേണാട് സ്വരൂപം. ഇത് പിന്നീട് എന്തായി? തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി മാറി. അപ്പോൾ തിരുവിതാംകൂറായി മാറിയത് ഏത് സ്വരൂപമാണ്? തൃപ്പാപ്പൂർ സ്വരൂപമാണ്. എടാ അപ്പൊ 4 പെട്ടെന്നൊന്ന് നോക്കിക്കേ. എടാ പറഞ്ഞു കോലത്തുനാട് സ്വരൂപം കണ്ണൂർ കേന്ദ്രമാക്കി ഭരണം നടത്തി, ഭരണാധികാരി കോലത്തിരി. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട് ആണ് അതിന്റെ കേന്ദ്രം, ഭരണാധികാരി സാമൂതിരി എന്നറിയപ്പെട്ടു. അത് കഴിഞ്ഞ് പറഞ്ഞത് പെരുമ്പടപ്പ് സ്വരൂപമാണ്, കൊടുങ്ങല്ലൂരാണ് എന്തായി മാറിയത്? പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. പിൽക്കാലത്ത് ഇത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. അത് കഴിഞ്ഞ് പറഞ്ഞത് തൃപ്പാപ്പൂർ സ്വരൂപമാണ്, കേരളത്തിന്റെ തെക്കേ അറ്റത്തായിരുന്ന സ്വരൂപമാണ് ഏത്? തൃപ്പാപ്പൂർ സ്വരൂപം അല്ലെങ്കിൽ വേണാട്. ഇത് പിൽക്കാലത്ത് എന്തായി മാറി? തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചു എന്നാണ് പറയുന്നത്. എടാ അടുത്ത് നോക്കിക്കേ. അടുത്ത് പറയുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നമ്മുടെ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എടാ അദ്ദേഹത്തെ പറ്റി പറഞ്ഞേക്കുന്ന 3 പോയിന്റ്സ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത്. അതെന്താണെന്ന് ചുമ്മാ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എടാ പറയുന്നത് എന്താ? ഭൂപ്രമാണിമാരായിരുന്ന 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? ഭൂപ്രമാണിമാരായിട്ടുള്ള 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. അതുപോലെ തന്നെ രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. എന്ത് ചെയ്തു? ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തൃപ്പടിദാനം. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ചോദിക്കാറുണ്ട് PSC ആരാണ്ട? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാളിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറഞ്ഞേക്കുന്നത് കൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? ഭൂപ്രമാണിമാരായിട്ടുള്ള 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തുണ്ടായിരുന്ന ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. അതേപോലെ തൃപ്പടിദാനം നടത്തി. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ശക്തൻ തമ്പുരാൻ. അദ്ദേഹം എന്ത് ചെയ്തു? നാടുവാഴികളെ അമർച്ച ചെയ്തു. അതുപോലെ വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ആരാണ്ട? ശക്തൻ തമ്പുരാനാണ്. അപ്പോൾ നാടുവാഴികളെ അമർച്ച ചെയ്തു, വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു, തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. ആര്? ശക്തൻ തമ്പുരാൻ. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്നത് മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനത്തിനെ കുറിച്ചാണ്. നോക്കിക്കേ. 1750 ജനുവരി 3-ാം തീയതിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തുന്നത്. ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാണ് തൃപ്പടിദാനം നടക്കുന്നത്? 1750 ജനുവരി 3-ാം തീയതിയാണ് തൃപ്പടിദാനം നടക്കുന്നത്. തിരുവിതാംകൂറിന്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തൻ്റെ അധികാരത്തിന്റെ അടയാളമായ ഉടവാൾ അടിയറ വെച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത്. എടാ അപ്പോൾ എന്താണ് തൃപ്പടിദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ അധികാരത്തിന്റെ അടയാളമായിരുന്ന ഉടവാള് ആർക്ക് അടിയറവ് വെച്ചു? നമ്മുടെ പത്മനാഭന് അടിയറ വെച്ച് പത്മനാഭദാസനായി മാറിയതിനെയാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. നടന്ന വർഷം പറഞ്ഞ 1750 ജനുവരി 3-നാണ്. അതിരു കവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിന്റെ ഭാഗമായിരുന്നു എന്ത്? തൃപ്പടിദാനം. അപ്പോൾ തൻ്റെ എല്ലാം തികച്ച് താനൊരു തികഞ്ഞ പത്മനാഭദാസനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? തൃപ്പടിദാനം 1750 ജനുവരി 3-ാം തീയതി നടത്തുന്നത്. അപ്പോൾ എന്താണ് തൃപ്പടിദാനം? എന്നാണ് തൃപ്പടിദാനം നടന്നത്? ഈ 2 കാര്യങ്ങളും മനസ്സിലായല്ലോ. എടാ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. എടാ നോക്കിക്കേ. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോ. മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ പറയുന്നു ശിലായുഗം, ഓപ്ഷൻ ബി പറയുന്നു മധ്യശിലായുഗം, ഓപ്ഷൻ സി പറയുന്നു മഹാശിലായുഗം, ഓപ്ഷൻ ഡി ഏതാണ്? നവീന ശിലായുഗം. ആൻസർ ഏതാണ്ടാ? കാണുമ്പോഴേ നമുക്കറിയാം ഏതാണ്ട് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി മഹാശിലായുഗം. അടുത്ത് നോക്കിക്കേ. അടുത്ത ചോദ്യം പറയുന്നു പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തേത് സംഘകൃതികളിൽ ഉൾപ്പെടുന്നതാണ് പുറനാനൂറ്. നമ്മൾ പഠിച്ചതാണ്. ആ പ്രസ്താവന എന്താണ്ടാ?
ശരിയാണ് അല്ലേ. സംഘം കൃതികളിൽ ഉൾപ്പെടുന്നതാണ് എന്ത്? പുറനാനൂറ്. അടുത്ത് പറയുന്നു ഈ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചത് തമിഴ് കവികളാണ്. എടാ ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവന തെറ്റാണ്. ആ പ്രസ്താവന എന്താണ്ടാ? തെറ്റാണ്. സംഘം കൃതികളിൽ അകപ്പാട്ടുകൾ കുടുംബജീവിതത്തെയും പുറപ്പാട്ടുകൾ യുദ്ധം രാജ്യം തുടങ്ങിയവയെയും വർണ്ണിക്കുന്നു. അതെന്താണ്ടാ? ശരിയല്ലേ. അകപ്പാട്ടിൽ പറയുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചുമാണ്. എന്നാൽ പുറപ്പാട്ടിൽ പറയുന്നു എന്താണ്? സൈനിക ജീവിതത്തിനെ കുറിച്ച്, യുദ്ധത്തിനെ കുറിച്ച്, നമ്മുടെ രാജ്യത്തിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചാണ് എന്തിൽ പറയുന്നത്? പുറപ്പാട്ടുകളിൽ പറയുന്നത്. അടുത്ത് പറയുന്നു യാതും ഊരേ യാവരും കേളിർ എന്ന ഈ വരികൾ ഉൾപ്പെടുന്നത് സംഘകാലത്തെ പ്രാചീന കൃതികളിലാണ്. അത് നമ്മൾ പറഞ്ഞായിരുന്നു. ആ പ്രസ്താവനയും എന്താണ്ടാ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ സി 1, 3, 4 എന്നിവ എന്താണ്? ശരിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു താഴെ പറയുന്നവയിൽ സംഘകാല കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നോക്കിക്കേ, തന്നിട്ടുള്ള കൃതികളിൽ സംഘകാല കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കുറുന്താക്കൈ നമ്മൾ പഠിച്ചതാണ്, സംഘകാല കൃതിയാണ്. നറ്റിണൈ സംഘകാല കൃതിയാണ്. പതിറ്റുപത്ത് സംഘകാല കൃതിയാണ്. തിരുക്കുറൾ എന്തല്ല? സംഘകാല കൃതിയല്ല, പക്ഷേ പ്രാചീന തമിഴകത്തിനെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ് ഇതെന്ന് പറയുന്നത് തിരുക്കുറൾ. ഇതെന്തല്ല? സംഘകാല കൃതി അല്ല. ഓക്കെ അല്ലേടാ? അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം പറയുന്നു പ്രാചീന തമിഴകത്തെ തിണകളെയും അവിടുത്തെ പ്രധാന ഉപജീവന മാർഗങ്ങളെയും സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ. പാലൈ തിണയിൽ ഉൾപ്പെട്ടത് വരണ്ട പ്രദേശങ്ങളായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്താണ്? കൃഷിയായിരുന്നു. എടാ ആ പ്രസ്താവന ശരിയാണ്. പ്രസ്താവന എന്താണ്ടാ? തെറ്റാണ്. എടാ അടുത്ത് പറയുന്നത് നോക്കിക്കേ. മുല്ലൈ തിണയിലെ ജനങ്ങൾ പ്രധാനമായും കന്നുകാലി മേച്ചിലായിരുന്നു ഉപജീവന മാർഗത്തിനായി തിരഞ്ഞെടുത്തത്. എടാ ആ പ്രസ്താവന എന്താണ്ടാ? അത് ശരിയല്ലേടാ. മുല്ലയിലെ ജനങ്ങള് എന്തായിരുന്നു? അവിടെ അവർ ചെയ്തിരുന്ന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കന്നുകാലി മേച്ചിലായിരുന്നു. എടാ അടുത്ത് പറയുന്നു മരുതം തിണയിലെ പ്രധാന ഉപജീവന മാർഗം മീൻപിടുത്തവും ഉപ്പുണ്ടാക്കലുമായിരുന്നു. എടാ ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവന എന്താണ്ടാ? ആ പ്രസ്താവന തെറ്റാണ്. മരുതം പ്രദേശത്ത് എന്താണ് അവർ തിരഞ്ഞെടുത്തത്? ഉപജീവന മാർഗം മീൻപിടുത്തവും ഉപ്പുണ്ടാക്കലുമായിരുന്നു. അതെന്താണ്ടാ? അത് തെറ്റാണ്. പാലയിലായിരുന്നു എന്ത്? അവര് മീൻപിടുത്തവും ഉപ്പുണ്ടാക്കലും ഒക്കെ ചെയ്തിരുന്ന തിണ ഏതാണ്? പാലൈ തിണയാണ്. അടുത്ത് പറയുന്നു കുറിഞ്ചി തിണയിൽ വസിച്ചിരുന്നവർ ഉപജീവനത്തിനായി വനവിഭവ ശേഖരണത്തെയും വേട്ടയാടലിനെയും ആശ്രയിച്ചിരുന്നു. ആ പറയുന്ന പ്രസ്താവന എന്താണ്ടാ? പ്രസ്താവന ശരിയാണ്. അപ്പൊ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്ടാ? 2ഉം 4ഉം. അപ്പൊ 2ഉം 4ഉം എന്താണ്ടാ? 2ഉം 4ഉം ശരിയാണ്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. പ്രാചീന തമിഴകത്തെ തിണകളെയും അവിടുത്തെ പ്രധാന ഉപജീവന മാർഗങ്ങളെയും സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാമാണ്? ഒന്നാമത്തെ ചോദ്യം പറയുന്നു പാലൈ തിണയിൽ ഉൾപ്പെട്ടത് വരണ്ട പ്രദേശങ്ങളായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ആ പ്രസ്താവന എന്താണ്ടാ? പ്രസ്താവന തെറ്റാണ്. അടുത്ത് പറയുന്നത് നോക്കിക്കേ. മുല്ലൈ തിണയിലെ ജനങ്ങൾ പ്രധാനമായും കന്നുകാലി മേച്ചിലായിരുന്നു ഉപജീവന മാർഗത്തിനായി തിരഞ്ഞെടുത്തത്. പ്രസ്താവന എന്താണ്ടാ? ശരിയാണ്. അടുത്ത് പറയുന്നു മരുതം തിണയിലെ പ്രധാന ഉപജീവന മാർഗം മീൻപിടുത്തവും ഉപ്പുണ്ടാക്കലുമായിരുന്നു. ആ പറയുന്ന പ്രസ്താവന എന്താണ്ടാ? തെറ്റാണ്. അടുത്ത് പറയുന്നു കുറിഞ്ചി തിണയിൽ വസിച്ചിരുന്നവർ ഉപജീവനത്തിനായി വനവിഭവ ശേഖരണത്തെയും വേട്ടയാടലിനെയും ആശ്രയിച്ചിരുന്നു. ആ പറയുന്ന പ്രസ്താവന എന്താണ്ടാ? പറയുന്ന പ്രസ്താവന ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്ടാ? ആൻസർ ബി ആണ്. ഓപ്ഷൻ എന്താണ്? ബി ആണ്. 2, 4 എന്നിവ മാത്രം ശരിയാണ്. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു പ്രാചീന തമിഴകത്തെ പകൽ സമയത്തെ ചന്ത അറിയപ്പെട്ടിരുന്ന പേര്. ഓക്കെ നോക്കിക്കേ. തിണകൾ നാളങ്ങാടി. ഓപ്ഷൻ സി പറയുന്നു അല്ലാവണം. ഓപ്ഷൻ ഡി പകലാവണം. അതിന്റെ ആൻസർ ഏതാണ്ടാ? ആൻസർ നാളങ്ങാടിയാണ്. ഇപ്പൊ നാളങ്ങാടിയാണ് എന്ത്? പകൽ സമയത്തെ ചന്ത. അന്ത്യസമയത്തെ അല്ലെങ്കിൽ രാത്രി സമയത്തെ ചന്ത അറിയപ്പെട്ടിരുന്ന പേരാണ് ഏത്? അല്ലലാവണം. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു മഹോദയപുരം തലസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ഭരണാധികാരികൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ എ സാമന്തന്മാർ. ഓപ്ഷൻ ബി ചേര രാജാക്കന്മാർ. ഓപ്ഷൻ സി ചോള രാജാക്കന്മാർ. ഓപ്ഷൻ ഡി പെരുമാക്കന്മാർ. കാണുമ്പോഴേ അറിയാം ആൻസർ ഏതാണ്ടാ? ആൻസർ ഓപ്ഷൻ ഡി പെരുമാക്കന്മാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു
കേരളത്തിലെ നാടുവാഴി സ്വരൂപങ്ങളെയും പിന്തുടർച്ച അവകാശ രീതികളെയും സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ്. എടാ നോക്കിക്കേ, ഒന്നാമത്തെ പ്രസ്താവന പെരുമാക്കന്മാരുടെ ഭരണം അവസാനിച്ചതിന് ശേഷം കേരളത്തിൽ നാടുവാഴി സ്വരൂപങ്ങൾ ഉടലെടുത്തു. പ്രസ്താവന എന്താണ്ട? പ്രസ്താവന ശരിയാണ് അല്ലേ? അച്ഛനിൽ നിന്നും മകനിലേക്ക് സ്വത്ത് കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് മരുമക്കത്തായം. എടാ പ്രസ്താവന തെറ്റല്ലേടാ? അച്ഛനിൽ നിന്ന് മക്കളിലേക്ക് സ്വത്ത് കൈമാറ്റം ചെയ്യുന്ന രീതി എന്താണ്? മക്കത്തായമാണ്. എടാ അടുത്ത് പറയുന്നു, മക്കത്തായത്തെ അടിസ്ഥാനമാക്കിയുള്ള കുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. ആ പ്രസ്താവനയും തെറ്റല്ലേടാ? നമ്മൾ അവിടെ പഠിച്ചു, മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയുള്ള കുടുംബങ്ങളാണ് സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. കോലത്ത് നാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ് എന്നിവ പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങളായിരുന്നു. ആ പ്രസ്താവന എന്താണ്ടാ? ആ പ്രസ്താവനയും ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം തെറ്റ് എന്നുള്ളതാണ് ആൻസർ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു, തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? എടാ കോലത്ത് നാട് കോഴിക്കോട് എന്ന് പറയുന്നത് ശരിയാണോ? അത് തെറ്റാണ്. അടുത്ത് നെടിയിരിപ്പ് കൊടുങ്ങല്ലൂരാണോ? അല്ല, അതും തെറ്റാണ്. പെരുമ്പടപ്പ് കണ്ണൂരാണോ? അല്ല, അതും തെറ്റാണ്. തൃപ്പാപ്പൂർ എവിടെയാണ്ടാ? തൃപ്പാപ്പൂർ തിരുവിതാംകൂർ. തൃപ്പാപ്പൂർ തിരുവിതാംകൂർ. എടാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു, തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചരിത്രപരമായ സംഭവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ക്ഷേത്രപ്രവേശന വിളംബരം, ഓപ്ഷൻ ബി വിഴിഞ്ഞം ഉടമ്പടി, ഓപ്ഷൻ സി തൃപ്പടിദാനം, ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധം. അതിന്റെ ആൻസർ ഏതാണ്ടാ? ഓപ്ഷൻ സി തൃപ്പടിദാനം. തൃപ്പടിദാനം അറിയപ്പെട്ട പേരാണ് എന്ത്? അതായത് തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചതാണ് എന്ത്? തൃപ്പടിദാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എടാ അടുത്ത് നോക്കിക്കേ, തൃശൂർ പൂരം ആരംഭിച്ചതാര്? എടാ നോക്കിക്കേ, മാർത്താണ്ഡവർമ്മയാണോ? രാജ കേശവദാസ് ആണോ? കൊട്ടാരക്കര തമ്പുരാനാണോ? ശക്തൻ തമ്പുരാനാണോ? എടാ അതിന്റെ ആൻസർ ഏതാണ്? ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാനാണ് എന്ത് ആരംഭിക്കുന്നത്? തൃശൂർ പൂരം ആരംഭിച്ചത്. ഓക്കെ എടാ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ ആണ്. സോഷ്യൽ സയൻസിലെ ദക്ഷിണേന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്. പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്